ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ വന്നിട്ടുള്ളത് ഒരു ഹെയർ ഡൈയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു മാസത്തിന് അത് നമ്മളെ തലയിൽ നിൽക്കും, നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ കേട്ടോ. ഒരു മാസത്തിന് നമ്മളെ മുടിയിൽ അത് കളർ നിൽക്കുന്നുണ്ട് വെച്ചാൽ ഞാനൊരു 10 വർഷമായിട്ട് ഇങ്ങനെ പല ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ആളാണ്. കാരണം എനിക്ക് ഈ കെമിക്കലുള്ള ഒരു ഹെയർ ഡൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഷുഗറും അലർജി ഒരുപോലെ ഉണ്ട് എനിക്ക്. അത് കാരണത്താൽ ഞാൻ പലതും നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും ഇങ്ങനെ ട്രൈ ചെയ്യണ ഒരാളാണ്. നമുക്ക് മുടി കറുത്ത് കിട്ടല്ലേ വേണ്ടു. അപ്പൊ പേടിക്കാതെ ഡൈ ചെയ്ത് നടക്കാലോ എന്നുള്ളൊരു ഒറ്റ ഇതില്ല കേട്ടോ. അപ്പൊ ഇന്നലെ അമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു എന്താ പറയാ സബ്സ്ക്രൈബർ, അമ്മേ ഒരു നാച്ചുറൽ ഹെയർ ഡൈ എനിക്ക് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പൊ അത് മാനിച്ചിട്ടാണ് അമ്മ ഇപ്പൊ അത് പറയണ കേട്ടോ. രാവിലെ ഒരു വീഡിയോ എടുത്തു, ഇന്ന് വിടാന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല കുട്ടികളെ, എന്ത് കാരണത്താലാണ് അറിയുന്നില്ല. മൈക്കയിൽ സൗണ്ട് കിട്ടിയില്ല. നമ്മുടെ കൈ അമർന്നായിരിക്കും അധികം ഇങ്ങോട്ട് ഇപ്പൊ കറണ്ട് ഇല്ലാത്തോണ്ട് വിളിച്ചല്ലോ, പുറത്തു വന്ന് എടുക്കല്ലേ, അത് കാരണാ തോന്നുന്നു. അപ്പൊ എല്ലാരും ക്ഷമിക്കണം കേട്ടോ. അതൊരു ദിവസം നീണ്ടുപോയേനെ എല്ലാരും ക്ഷമിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആവശ്യച്ചാ നിങ്ങൾ അമ്മോട് ആവശ്യപ്പെട്ടോളൂ കമന്റ് ബോക്സിൽ. അമ്മയെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അമ്മ സാധിപ്പിച്ചു തരൂ കേട്ടോ. അമ്മയ്ക്ക് കുറെ ടിപ്സുകളും കുറെ ഹെയർ ഡൈയും കുറെ അറിയുന്നുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും നാച്ചുറലായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഇപ്പൊ അമ്മ പറയണത്. ഇനി ഉണ്ട്, കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് അമ്മ പറഞ്ഞുതരാം എങ്ങനെയെന്നുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ തയ്യാറെടുക്കുമ്പോ തലേ ദിവസം തന്നെ നമ്മളെ തലയിലെ എണ്ണ നന്നായി കഴുകി കളയാൻ ശ്രമിക്കുക. നന്നായി കഴുകണം. അതിപ്പോ നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൊണ്ട് താളി ഉണ്ടാക്കി തേച്ചാലും എണ്ണ പറ്റ പോണുണ്ട്. അല്ല നിങ്ങൾ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ബേബി ഷാമ്പു അതുപോലെ കെമിക്കൽ ഇല്ലാത്ത ഷാമ്പു തേച്ചാലും എണ്ണ നന്നായിട്ട് പോണുണ്ട്. അല്ലെങ്കിൽ ഉലുവത്താളി തേച്ചോളൂ, ഉഴുന്ന് താളി എല്ലാം ഒക്കെ. അപ്പൊ ഒക്കെ അരിച്ചോളൂ കേട്ടോ. ഉഴുന്ന് ഉലുവയ്ക്ക് ചെമ്പരത്തിക്ക് നല്ലോണം അരിച്ച് തേച്ചോളൂ. മുടി പറപറാന്നാവണുണ്ട് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് നിങ്ങൾ ഈ ഡൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇൻഗ്രീഡിയൻസ് എന്താന്ന് അമ്മ പറഞ്ഞുതരാം കേട്ടോ. ചായപ്പൊടി അമ്മ എടുക്കണത് ABT ആണ്. ബാക്കിയുള്ള ചായപ്പൊടി നന്നെന്ന് തന്നെയാ തോന്നുന്നു. എല്ലാരും പറയുന്നുണ്ട് എല്ലാ ചായപ്പൊടി ഉപയോഗിക്കാം. അടുത്ത കൂടെ ഉള്ള ആൾക്കാരൊക്കെ, അടുത്ത കൂടെ പറഞ്ഞ എന്റെ ചേച്ചിയുടെ മകളൊക്കെ പറയുന്നുണ്ട് മേമേ അതൊക്കെ നന്നെന്നുള്ളത്. എനിക്ക് ബാക്കിയുള്ളവരൊന്നും കാര്യം അറിയുന്നില്ല. അവളെ എല്ലാ ചായപ്പൊടി എടുക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ. അമ്മ എപ്പോഴും ABTയുടെ ചായപ്പൊടിയാണ് എടുക്കാറ്. അത് 2 സ്പൂൺ എടുത്തിട്ട് ഡിക്കോഷൻ ഉണ്ടാക്കി വെക്കുക. പിന്നെ അതിൽ എന്തൊക്കെ ഇടണം എന്നറിയോ? വെറും ചായപ്പൊടിയുടെ ഡിക്കോഷൻ മാത്രമായിട്ട് ഉണ്ടാക്കണ്ട. നിങ്ങൾ കാപ്പിപ്പൊടി, ചായപ്പൊടി, പിന്നെ ഈ തിളയ്ക്കാൻ വെക്കുക കേട്ടോ. 2 ഗ്ലാസ് വെള്ളത്തിലേ ചായപ്പൊടി 2 സ്പൂണ്, 2 സ്പൂണ് കാപ്പിപ്പൊടി, പിന്നെ അതിലേക്ക് നിങ്ങളൊരു 10 വെറ്റില പിച്ചി ചീന്തിയിട്ട് ഇടുക. പിന്നെ ഒരു മുറി ബീട്രൂട്ടും മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അത് നല്ലോണം തിളപ്പിക്കുക. അത് നല്ലോണം തിളപ്പിച്ചിട്ട് കളറ് കുറച്ച് ഡാർക്കായിട്ട് ഒന്നിങ്ങനെ കുറുകി വരുന്ന സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കുക. എന്നിട്ട് സാധിക്കിച്ചാൽ അരിക്കണം. അരിച്ചാൽ ഏറ്റവും നല്ലതാട്ടോ. അരിച്ചെടുത്തതിന്റെ ശേഷം ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാ ചേർക്കാന്നറിയോ? ഒരു 3 സ്പൂണ് നീലാമരിയുടെ പൊടി, 2 സ്പൂണ് നെല്ലിക്കാപ്പൊടി, പിന്നെ 2 സ്പൂണ് മൈലാഞ്ചി പൊടി, 2 സ്പൂണ് നമ്മളെ കറിവേപ്പില പൊടി, പിന്നെ അങ്ങനെ നെല്ലിക്കപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തില്ല. ഈ 4 സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ ഇത് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുകി ഏകദേശം നമ്മളെ തലയിലേക്ക് തേക്കാനുള്ള ഒരു ടൈറ്റ്നെസ് വരുന്നവരെ കുറുക്കുക. നമുക്ക് വല്ലതും ഒലിക്കണ്ട കേട്ടോ. ചിലവർ പറയണ്ട പിഗ്മെന്റേഷൻ വരുന്നുണ്ട് നീലമരിയുടെ പൊടി ഉപയോഗിച്ചാന്നുള്ളത്. എനിക്ക് അനുഭവമില്ല, എൻ്റെ മുഖത്ത് അങ്ങനെ പിഗ്മെന്റേഷൻ എനിക്ക് കാണുന്നില്ല. ഞാൻ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരുടെയും സ്കിൻ ഒരുപോലെയല്ല. അത് കാരണം പലർക്കും പലതാണ് പറ്റുക. അതാണ് ഹെയർ ഡൈയുടെ കാര്യത്തിലും ഒരുപാട് നമ്മളിങ്ങനെ മാറി മാറി ഉപയോഗിച്ച് നോക്കണത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ജലദോഷം ഇതൊക്കെ തേച്ച് ജലദോഷം പിടിക്കണേന് നമ്മൾ എന്ത് ചെയ്തോളൂ? ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് രാസ്നാദി, അത് മറക്കണ്ടാച്ചിട്ട് ആദ്യം പറയാട്ടോ. ഞാനത് ചെയ്യാറുണ്ട്. ഒരു നുള്ള രാസ്നാദി നെറുകിൽ തിരുമണം കേട്ടോ. കുളി കഴിഞ്ഞാൽ നിങ്ങൾ അലർജിയോ പിന്നെ നീരിറക്കമൊക്കെ ഉള്ളവര് മാത്രം, അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. എന്ത് പച്ചവെള്ളം നെറുകിൽ പറഞ്ഞാലും ഒന്നും പറ്റണില്ല കേട്ടോ. അങ്ങനെ ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെ തയ്യാറാക്കാന്ന് അമ്മ പറഞ്ഞുതരാം. ഈ കൂട്ടുണ്ടല്ലോ നമ്മൾ പറഞ്ഞ പൊടികളും ഈ ഡിക്കോഷന്റെ എല്ലാം അരച്ചിട്ടൊക്കെ അരിച്ചിട്ടുള്ള വെള്ളമൊക്കെ പാടെ നമ്മൾ കൂട്ടി കലർത്തി ഇങ്ങനെ കുഴമ്പാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് തണുത്തതിന്റെ ശേഷം നമ്മൾ ഒരു നെല്ലിക്ക പിഴിഞ്ഞ അതിൽ പാരുക, അരിച്ചിട്ട് അതിൽ പാരുക. പിന്നെ നമ്മൾ ഒരു കോഴിമുട്ടയുടെ വെള്ള, അതെന്തിനാ നമ്മൾ ആഡ് ചെയ്യണമെന്ന് അറിയോ? അത് മുടി കറക്കാൻ മാത്രമല്ല കേട്ടോ. അത് നമ്മളെ മുടി ഒന്ന് തിളക്ക മാറുന്നതാവാം. നമ്മുടെ വാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് രായാക്കെ മാറുന്നുണ്ട് കേട്ടോ. എല്ലാം ക്ഷമിക്കണം നമ്മുടെ കുട്ടികളെ. അപ്പൊ അത് നമ്മളെ മുടി ഒന്ന് തിളക്കാവാൻ കാരണം നമുക്ക് വളരും കൂടി വേണമല്ലോ.
ഈ സാധനങ്ങൾ മുഴുവനും നെല്ലിക്കാപ്പൊടിയൊക്കെ ഉണ്ടല്ലോ മക്കളെ, അകത്തേക്ക് ഞാൻ ഡെയിലി എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ഇനിയിപ്പോ അങ്ങനെ ചെയ്താൽ വല്ല ദോഷം ഉണ്ടാവും അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് ഷുഗർ കാരണം അമ്മ ഡെയിലി ഓരോ നെല്ലിക്ക അകത്തേക്ക് അടിച്ചു കുടിക്കാറുണ്ട്. 2-3 കറിവേപ്പില ഉണ്ടെങ്കിൽ ചീനമുളക്. അപ്പൊ അത് കൊളസ്ട്രോളിന് നല്ലതാന്നാണ് പറയുന്നത്. അപ്പൊ നെല്ലിക്ക നമ്മളെ പുറത്തേക്കും നന്ന് അകത്തേക്കും നന്ന് എല്ലാത്തിനും നല്ലതാട്ടോ. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയണ്ടേ, മൃതസഞ്ജീവനി ആണ് കേട്ടോ. മൃതസഞ്ജീവനിയാണ് നെല്ലിക്ക നമ്മളുടെ. എല്ലാത്തിനും നല്ലതാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. തണുപ്പൊന്നും പേടിക്കണ്ട, ഒരു കേടുമില്ല. അമ്മ വർഷങ്ങളായിട്ട് കുടിക്കുന്ന ആളാണ്. അപ്പൊ അമ്മയുടെ അനുഭവം കൊണ്ട് പറയാണ്, ഒരു കുഴപ്പമില്ല. നെല്ലിക്ക കുടിച്ചു വെച്ചിട്ട് തേച്ച് വെച്ചിട്ട് അമ്മയ്ക്ക് ഇതുവരെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്കിന്നും എല്ലാ ആൾക്കാരുടെ പല വിധത്തിലാണ്. അതുകൊണ്ടല്ലേ പല മരുന്നും ഓരോരുത്തർക്ക് അല്ലേ, ചിലവർക്ക് അലർജി റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ആയുർവേദം തിരഞ്ഞ് നടക്കണതല്ലേ, നാച്ചുറല്. അപ്പൊ പിന്നെ ഇതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെ അമ്മയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങളും ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. ഇപ്പൊ ഇത് എങ്ങനെ തലേ തേക്കാന്ന് അമ്മ അത്രയും പറഞ്ഞു തന്നില്ല. അപ്പൊ കുളിച്ച് നമ്മൾ ഷാമ്പു തലേ ദിവസമൊക്കെ തേച്ച് ഷാമ്പു വേണ്ട ഞാൻ പറഞ്ഞില്ലേ, ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഷാമ്പു ആകുമ്പോ തേക്കാൻ. നമുക്ക് സുഖം താളിയല്ലേ, അത് നാട്ടിൻപുറത്തുള്ളവരൊക്കെ താളി വെച്ചോളൂ കേട്ടോ. ഇനി ചെമ്പരത്തി പൂവെങ്കിലും നന്നായി ഇത്തിരി തോനെടുത്താൽ മതി, തിളപ്പിച്ചാൽ അത് നല്ല വഴുപ്പിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉലുവപ്പൊടിയും കൂട്ടിക്കൊള്ളുന്ന നല്ല താളിയായിട്ടോ, അത് നല്ല പറപറാന്നാവും മുടി. എന്നിട്ട് നമ്മൾ രാവിലെ എന്ത് ചെയ്യണം എന്നറിയാം, മുടിയൊക്കെ കെട്ടറുത്തതിന് ശേഷം ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തലയിൽ ഇങ്ങനെ മാടി ഇതൊക്കെ എവിടെയൊക്കെ നരള്ള വെച്ചാൽ അവിടെ മുഴുവൻ, ഇനിയിപ്പോ കംപ്ലീറ്റ് പൊതിഞ്ഞ് വെച്ചാലും ഒരു കുഴപ്പമില്ല. മുടി ഫുള്ളായിട്ടും തേച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കെട്ടി വെക്കണം കേട്ടോ. ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അത് വെക്കാട്ടോ. ഒന്ന് ഉണങ്ങിയെന്ന് തോന്നിയാൽ നമ്മൾ ഈ കവർ അഴിച്ചിട്ട് സാധാ നമ്മൾ കുളിക്കണ പോലെ കഴുകി കളഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മുടി, ഞാൻ പറഞ്ഞല്ലോ 1 മാസം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാനൊരു 17-16 ദിവസങ്ങളിൽ വീണ്ടും ഇത് കറുപ്പിക്കണ്ട. ഓറഞ്ച് കളറ് തോന്നുന്നുണ്ടോന്ന് എനിക്ക്. കാരണം നമ്മൾ കുറച്ച് ബീട്രൂട്ടും, പക്ഷെ വെറ്റില കാരണം അത്ര മറ്റ് ഷാമ്പുകൾ മറ്റ് എന്താ പറയാ ഷാമ്പൂ എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ട് വരുന്നല്ലേ, കുട്ടികളാവുകൊണ്ട് ക്ഷമിക്കണേ. അപ്പൊ നമ്മൾ മറ്റുള്ള ഹെയർ ഡൈ ഉപയോഗിക്കണ പോലെ തന്നെ വെറും മൈലാഞ്ചി പൊടിയൊക്കെ തേച്ചാലല്ലേ ചൊക്കണത്. ഈ വെറ്റില അതിൽ കൂട്ടുകൊണ്ട് നമുക്ക്, വെറ്റില അറിയാലോ മുറുക്കിയാലൊക്കെ നല്ല കളർ വരുന്നതാണല്ലോ. വെറ്റില കറ ഷർട്ടിലൊക്കെ ആയാൽ പോണേ ഇല്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ വെറ്റില നല്ലതാണെന്നുള്ളത്. അപ്പോ നമ്മളെ ഒരു 10-18 ദിവസത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോളൂ, 18-ാം പക്കൊക്കെ അമ്മ അർപ്പിക്കണ്ടേ. 18-ാം പക്കം അമ്മ ചോപ്പോ ഇനി എന്തെങ്കിലും ആകുമെന്ന് പേടിച്ചിട്ട് ആദ്യം തന്നെ ഇത് കറുപ്പിച്ച് വെക്കും. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ ഇത് തേക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. തലേദിവസം താളി തേച്ച് പിറ്റേ ദിവസം ഇതൊക്കെ കൂട്ടുണ്ടാക്കി ഇത് എങ്ങനെ വെക്കണം എന്നറിയില്ലേ. അതമ്മ പറഞ്ഞില്ല അല്ലേ. ഒരു നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ ആ തലയിൽ താളി തേച്ച് നിൽക്കണ ദിവസം ഉണ്ടല്ലോ, അന്ന് രാത്രി തന്നെ ഇത് നമ്മൾ ഇതൊക്കെ കൂട്ടുണ്ടാക്കി അടച്ചു വെക്കണം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഇത് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പോഴേക്കും 12, 14, 16 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു 6-7 മണിക്കൂറിലും ഞാൻ നോക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നാലും ഞാൻ അത് തേച്ചിട്ടുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ തേച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം പോകേണ്ട കാര്യത്തിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിലെ സാധനങ്ങളില്ലെങ്കിൽ അയ്യോ ഒന്ന് കൊടുന്നേരോ കുട്ടിയെ, അച്ഛനോട് പറയും ഒന്ന് കൊടുന്നേരോ, എന്റെ മുടി ചോക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങനെയും തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ, തലേ ദിവസം തന്നെ അത് കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 12-ഉം 14 മണിക്കൂറായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നല്ല കട്ട കറുപ്പാവും കേട്ടോ. അമ്മയ്ക്ക് ഈ എന്താ പറയുക ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ട് കേട്ടോ. ഈ ഇടത് ഭാഗത്താണ് ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ട് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഇത് ഇങ്ങനെ തലയില് നമ്മുടെ ഇപ്പൊ അമ്മ കറുപ്പിച്ചിട്ടൊരു 5-6 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് ചോദിച്ച ആൾക്ക് ഇപ്പൊ കാണിച്ചു തരണമെങ്കിൽ അറിയാലോ നമ്മുടെ തലയുടെ പ്രശ്നം, ഇയർ ബാലൻസിന്റെ പ്രശ്നം എന്താ പറഞ്ഞില്ല. അമ്മ ചിലപ്പോ അതിലൊരു ഗ്രാമ്പു അടക്കം പൊടിച്ചിരുന്നുണ്ട് കേട്ടോ. ഗ്രാമ്പു പൊടിച്ചിരുന്നുണ്ടെന്നാ നീരിറക്കം വരാതിരിക്കാനേ. പിന്നെ അതുപോലെ രാസനാദി തുരുമ്പുണ്ട്. അങ്ങനെ ജീവിച്ചു പോവാണ് അമ്മ. ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുള്ള ആളാണ്. അപ്പൊ അമ്മയ്ക്ക് 55 വയസ്സായി കണ്ണു, ഷുഗറും കണ്ണിക്കണ്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ആ പ്രായത്തിലും ഇങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് മുടി വളരുന്നുണ്ട്, യാതൊരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് നല്ലതാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും അത് ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് നോക്കിയാൽ പോരാ, നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് എന്താന്ന് അമ്മോട് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം. അതൊരു സന്തോഷല്ലേ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ പറയണക്ക് വിശ്വസിക്കാലോ. അപ്പൊ നിങ്ങൾ അത് മാത്രം പോരാ, പുതിയ ആൾക്കാരെ അത് കാണണം വെച്ചാൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും എത്തിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ പോലുള്ള പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും ഈ കെമിക്കലൊക്കെ ഉപയോഗിച്ച് പാവം വയസ്സായി വരികയല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ട്രൈ ചെയ്ത് തുടങ്ങാം കേട്ടോ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എല്ലാവരും. അപ്പൊ ഇനി അടുത്തൊരു അമ്മ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ലേ, മക്കൾ മുഴുവനും അമ്മ എന്ന് വിളിക്കും. മക്കളും അമ്മമ്മ അമ്മ എന്നൊക്കെ വിളിച്ചും കൊണ്ട് തന്നെ. അപ്പൊ ഞാൻ എപ്പോഴും അമ്മ പറഞ്ഞിട്ട് ഇതേ നവംബർ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളെ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇനി പുതിയൊരു ടിപ്പുമായിട്ട് അമ്മ വരുന്നവരേക്കും ബൈ.